ബേസിക് സയൻസ് ടഫാണ്, അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചൊരു മൂലയിൽ ഇരിക്കുന്നവരാണോ കുട്ടികളെ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരി. അവർക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയുമായിട്ടാണ് സാറിന് വന്നിരിക്കുന്നത്. അപ്പൊ വേഗം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ്, താപം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്ററിലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് സാർ എന്ന് വന്നിരിക്കുന്നത്. നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. വാട്ട് ഈസ് ലാൻഡ് ബ്രീസ്, വാട്ട് ഈസ് സീ ബ്രീസ്, അല്ലെ? എന്താണ് കരക്കാറ്റ്, എന്താണ് കടൽ കാറ്റ്? നമുക്കറിയാം, പലപ്പോഴും ഈ ഒരു ടോപ്പിക്ക് പരീക്ഷാ ഹാളിൽ കുട്ടികൾ എഴുതുന്ന സമയത്ത് എന്താണ് ഈ ഒക്കെ റെഡി ആയിരിക്കും, പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാം പഠിച്ച് സെറ്റാക്കിയിട്ടുണ്ടാവും. പക്ഷെ പരീക്ഷ ഹാളിൽ പേപ്പറിലേക്ക് പെന്ന് വെക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു സമയം, അല്ലെ? അല്ലെങ്കിൽ ഒരു സന്ദർഭം ഉണ്ടാവാറുണ്ട്. അതൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്കുമായിട്ട് വന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളെ നമ്മളൊന്ന് എടുക്കുകയാണ്. ലാൻഡ് ബ്രീസ്, അല്ലെ? ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദാറ്റ് ഈസ് നൈറ്റ്, അല്ലെ? നൈറ്റിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മക്കൾ ആദ്യം മനസ്സിലാക്കിയെടുക്കണം. രാത്രി കാലങ്ങളിലാണ് ലാൻഡ് ബ്രീസ് ഉണ്ടാവുക, അല്ലെ? കരക്കാറ്റ് എന്ന് പറയുമ്പോൾ കരയിൽ രാവുണ്ട്, ദാറ്റ് ഈസ് രാത്രി, അല്ലെ? രാത്രി സമയങ്ങളിലാണ് എന്തുണ്ടാവുക? ലാൻഡ് ബ്രീസ് അഥവാ കരക്കാറ്റ് ഉണ്ടാവുക എന്ന് മക്കൾ ആദ്യം പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഈ പേര് കേട്ട തന്നെ ലാൻഡ് ബ്രീസ്, ലാൻഡിൽ നിന്ന് അടിക്കുന്ന കാറ്റാണ്, അല്ലെ? ലാൻഡിൽ നിന്ന് അടിക്കുന്ന കാറ്റാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ആശയമാണ് സീ ബ്രീസ് അഥവാ കടൽ കാറ്റ്, അല്ലെ? അതിനൊരു കോഡ് ഉണ്ട്, സീഡേ, അല്ലെ? സീ ബ്രീസ് ഉണ്ടാവുന്നത് ഡേ ടൈമിലാണ്, അഥവാ കടൽ കാറ്റ് ഉണ്ടാകുന്നത് പകലാണ്. സീഡേ, കപ്പ എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ സീ ബ്രീസ് അഥവാ കടൽ കാറ്റും രാത്രി സമയങ്ങളിൽ ലാൻഡ് ബ്രീസ് അഥവാ കരക്കാറ്റും ഉണ്ടാകുന്നു. സീ ബ്രീസ് കടലിൽ നിന്ന് അടിക്കുന്ന കാറ്റാണ്, അല്ലെ? അപ്പൊ ഇത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് എഴുതാൻ വളരെ ഈസിയാണ്. മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് പഠിക്കും. ഇന്നത്തെ ലൈവില് മുഴുവൻ കുട്ടികളും എത്തിച്ചേരുക. നിങ്ങൾ മാത്രം വന്നാൽ പോരാ, നിങ്ങളെ കൂട്ടുകാരെയും ഒക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക? ഇന്ന് നമ്മൾ ബേസിക് സയൻസിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ പരീക്ഷയിലേക്ക് നിറഞ്ഞ ചിരിയോടെ, നിറഞ്ഞ സംതൃപ്തിയോടെ, തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പോകും. അപ്പൊ എന്ത് ചെയ്യുക? മറന്നു പോകരുത്, നിങ്ങളെ കൂട്ടുകാരെയും ഒക്കെ വിളിച്ചിട്ട് നമ്മുടെ ലൈവിൽ എത്തിച്ചേരുക. അവിടെ വെച്ച് കാണാം. Goodbye.